ഇന്നലെ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസായിട്ട് വന്ന ചിത്രമാണ് സാണികായുധം. സെൽവരാഘവൻ, കീർത്തി സുരേഷ് എന്നീ രണ്ട് പേരുകളല്ല എന്നെ ഈ സിനിമ കാണാൻ ഏറ്റവും പ്രേരിപ്പിച്ചത്. ഇതിൻ്റെ ഡയറക്ടറായ അരുൺ മതേശ്വരൻ എന്ന പേരാണ്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള റോക്കി എന്ന ചിത്രം കണ്ട എല്ലാവരും തന്നെ കണ്ണടച്ച് ഈ സിനിമ എടുത്ത് കണ്ടുനോക്കും. കാരണം അത്രയും മികച്ച അല്ലെങ്കിൽ ഒരു വളരെ യുണീക്കായിട്ടുള്ള ഒരു പീസ് ഓഫ് വർക്കായിരുന്നു ഈ റോക്കി എന്ന ചിത്രം. അപ്പോൾ ഈ സാണികായുധം എന്ന ചിത്രം ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. റോക്കിയുടെ കഥ നടക്കുന്ന അല്ലെങ്കിൽ അതേ പശ്ചാത്തലം തന്നെ അല്ലെങ്കിൽ അതേ ഒരു കാലഘട്ടം, ഒരു 1989 കാലഘട്ടത്തിലൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെയും കഥ നടക്കുന്നത്. പക്ഷേ രണ്ട് സിനിമകളായിട്ട് യാതൊരു ബന്ധമില്ല സ്റ്റോറി വൈസ്. പക്ഷേ അതിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേണിലെല്ലാം തന്നെ നമുക്ക് റോക്കിയുടെ പല കാര്യങ്ങളും അതേപോലെ തന്നെ കാണാം. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. കീർത്തി സുരേഷിൻ്റെ കഥാപാത്രത്തിന് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അതുമായി ബന്ധപ്പെട്ട് ഈ സെൽവരാഘവൻ്റെ കഥാപാത്രം കൂടി എങ്ങനെ കണക്റ്റ് ആവുന്നു, എങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ റിവെഞ്ച് നടത്താൻ ഇറങ്ങിത്തിരിക്കുന്നു, ഇത് നടത്താൻ അല്ലെങ്കിൽ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഇവരുടെ എന്ത് കാരണം കൊണ്ടാണ് ഇതൊക്കെ ഇവർ ചെയ്യുന്നത് എന്നതാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വയലൻസ് രംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ 18+ മൂവിയാണ് ഈ സാണികായുധം ചിത്രം. അത് തിയേറ്ററിലേക്ക് ഒരു പക്ഷേ ഈ സിനിമ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാത്രം റൺ ടൈം വരാൻ പറ്റുള്ളൂ. കാരണം സെൻസർ ബോർഡ് എങ്ങനെയാലും ഇത് കട്ട് ചെയ്യും. കാരണം അത്ര റോ ആയിട്ടാണ് പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത്. ആ റോനെസ്സിന് വേണ്ടി തന്നെയാണ് വേണമെങ്കിൽ ഈ സിനിമ കാണാം എന്ന് പറയാം. കാരണം ഒരു സ്ലാഷർ മോഡിലാണ് സിനിമ പല സമയത്ത് നീങ്ങുക. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും അധികം ഇല്ലാതെ പോയ അല്ലെങ്കിൽ കിട്ടാതെ പോയൊരു കാര്യം, റോക്കിയിൽ കിട്ടിയ ഒരു പോയറ്റിക് നേച്ചർ ഉണ്ട്. അത് ഈ സിനിമയിൽ നല്ലോണം മിസ്സാവുന്നുണ്ട്. കാരണം റോക്കി കണ്ടൊരു ഫീലല്ല ഈ സിനിമ കാണുമ്പോൾ. എനിക്ക് അതേ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അങ്ങിങ്ങായിട്ട് പല സമയത്തും നമുക്ക് ബോറടിക്കുകയും അല്ലെങ്കിൽ ലാഗ് അടിക്കുകയോ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ മനസ്സിലാവാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എവിടെയോ എന്തൊക്കെയോ മിസ്സാവുന്നത് പോലെ പല സമയത്തും നമുക്ക് തോന്നും. ഈ കഥാപാത്രങ്ങളെ ചെയ്തു വെച്ചിട്ടുള്ള സെൽവരാഘവനും കീർത്തി സുരേഷൊക്കെ തന്നെ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഈ റോക്കി എന്ന സിനിമയിൽ നമുക്കിപ്പോൾ ആ ഒരു വളരെ കുറച്ച് പോർഷൻസ് ഉള്ള ആ റോക്കിയും ആ ഒരു ചെറിയ കുട്ടിയും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ചെറിയ ചെറിയ ഡയലോഗ്സിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ നോട്ടങ്ങളിലൂടെയൊക്കെ അവർ കൺവേ ചെയ്യുന്ന അവരുടെ രണ്ടുപേരുടെ ആ കെമിസ്ട്രി പോലും ഇതിൽ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുന്നില്ല. ത്രൂ ഔട്ട് ദ സിനിമ ഇവർ രണ്ടുപേരും ഉണ്ടായിട്ട് പോലും ആ കഥാപാത്രങ്ങൾ കുറച്ചൊക്കെ നമുക്കൊരു കയ്യകലത്ത് നിൽക്കുന്നതായിട്ടാണ് പല സമയത്തും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. റോക്കിയിൽ അങ്ങനെയല്ലായിരുന്നു. ഈ റോക്കി എന്ന കഥാപാത്രത്തെയും അയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇപ്പോൾ ചെറിയ പോർഷനിൽ വരുന്ന അമ്മയെ പോലും ചെറിയ ഡയലോഗ്സിലൊക്കെ മാത്രമാണ് പല സമയത്തൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ അവരുടെ ആ ഒരു എന്താ പറയുക ആ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ സിനിമയിൽ. അത്ര മികച്ചതായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റിങ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് പോരായ്മകൾ വരുന്നുണ്ട് അങ്ങിങ്ങായിട്ട്. ഇത് മാത്രമാണ് എനിക്കൊരു ഒരു ഡൗൺഫോൾ ആയിട്ട് സിനിമയിൽ തോന്നിയിട്ടുള്ളത്. പക്ഷേ ത്രൂ ഔട്ട് ദ എൻ്റയർ ലെങ്ത് ആ 2 മണിക്കൂറും നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലറോ അല്ലെങ്കിൽ ഒരു വെഞ്ചൻസ് സ്റ്റോറിയോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാണികായുധം ചിത്രം. അപ്പോൾ സിനിമ കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങളാണ് സിനിമയിൽ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റില്ല. ഈ ഒരു മോഡലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് റോക്കിയൊക്കെ കണ്ടിട്ട് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. റോക്കി കമ്പയർ ടു റോക്കി ആണെങ്കിൽ റോക്കി ഞാൻ മൾട്ടിപ്പിൾ വാച്ചിങ്ങിന് പറ്റുന്നു അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വ്യൂവിങ്ങിന് പറ്റുന്ന സിനിമയാണെന്ന് ഞാൻ പേഴ്സണലി പറയും. പക്ഷേ റോക്കി ചെയ്ത് വെച്ച ആൾ തന്നെ ഇത് ചെയ്തത് കൊണ്ട് ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്താണ് സാണികായുധം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.